കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിൽ 4 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് പുറത്താക്കി. ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി അജിത് ബാബു ചേരുന്നു. അജിത്, ഏതൊക്കെ വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് കോളേജ് പുറത്താക്കിയിരിക്കുന്നത്? ആഭ്യന്തര സമിതിയുടെ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വെളിവാകുന്നത്? ലക്ഷ്മി പത്മ, കഴിഞ്ഞ മാസം 13-നായിരുന്നു കോളേജ് ഹോസ്റ്റലിൽ ഇത്തരത്തിൽ കളമശ്ശേരി പോലീസിനും ഡാൻസ് സ്റ്റാഫിനും ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന നടന്നത്. അതിൽ വലിയ രീതിയിൽ കഞ്ചാവ് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് വലിയ വാർത്തകളുണ്ടായി, വിവാദങ്ങളുണ്ടായി. അതിന് പിന്നാലെയായിരുന്നു കോളേജ് ആഭ്യന്തര അന്വേഷണ സമിതിയെ നിയോഗിച്ചത്. ഈ അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ പ്രകാരം ആകാശ്, ആദിത്യൻ, അഭിരാജ്, അനുരാജ് എന്നീ വിദ്യാർത്ഥികളെയാണ് നിലവിൽ പുറത്താക്കിയിരിക്കുന്നത്. ഇവർ കഞ്ചാവ് ഉപയോഗിക്കുകയും അത് കോളേജ് ഹോസ്റ്റലിൽ എത്തിക്കുകയും അതോടൊപ്പം തന്നെ അതിന് വിൽപ്പന നടത്തുകയും എന്നുള്ള കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും ആഭ്യന്തര അന്വേഷണ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ കോടതിയുടെ അനുമതിയോടെ പരീക്ഷ എഴുതുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഇവർക്ക് പുറത്താക്കുന്നതിനൊപ്പം തന്നെ നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കാനുള്ള തീരുമാനം കൂടി കോളേജ് സ്വീകരിച്ചിരിക്കുന്നു. ശക്തമായ നടപടികൾ തന്നെയാണ് കോളേജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങളടക്കം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് കോളേജിൻ്റെ നടപടി എന്നുള്ളത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അത് കോളേജിൻ്റെ പരിശോധനയിൽ ഈ കൊല്ലം സ്വദേശിയായിട്ടുള്ള ആകാശിൻ്റെ മുറിയിൽ നിന്ന് 1.9 കിലോ കഞ്ചാവാണ് കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ ആലപ്പുഴ സ്വദേശിയായ ആദിത്യൻ, കൊല്ലം സ്വദേശിയായ അഭിരാജ് എന്നിവരുടെ മുറിയിൽ നിന്ന് 9 ഗ്രാം കഞ്ചാവും കണ്ടെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ശക്തമായ നടപടികളിലേക്ക് കോളേജും കടന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നടപടികൾ ആവർത്തിക്കാതിരിക്കാനുള്ള എന്നെ ടാർഗറ്റ് ചെയ്യാം.